ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു റിവ്യൂവർ. കണ്ണ് കാണാത്ത പെൺകുട്ടി ഒരു സൈക്കോ കില്ലറിൻ്റെ അടുത്ത് പെട്ടുപോവാണ്. വഴിയെ പോകുന്ന ഈ വയ്യാവയിലേക്ക് എടുത്ത് തലയിൽ വെക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയി പിന്നീടുള്ള കാര്യങ്ങൾ. സോ അധികം ഇൻട്രോ ഒന്നുമില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയിട്ടുള്ള മിഡ് നൈറ്റ് എന്ന സൗത്ത് കൊറിയൻ ത്രില്ലർ കാറ്റഗറി പെടുന്ന ഒരു സിനിമയാണ്. സോ നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ സിനിമയിലേക്ക് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെണ്ണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കാണിക്കുകയാണ്. ജോലി കഴിഞ്ഞപ്പോൾ രാത്രി കുറച്ച് അധികം ലേറ്റ് ആയിട്ടുണ്ട്. സോ പെണ്ണ് ഒരു ക്യാബ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 കുരുത്തം കെട്ടവന്മാർ ഇവളെയും പറ്റിച്ച് നടുവിലെ നമസ്കാരം കാണിച്ചിട്ട് ക്യാബും എടുത്തുകൊണ്ട് പോവുകയാണ്. ഇനി പെണ്ണിന് വേറെ വഴിയൊന്നുമില്ല, നടക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ കുറച്ച് നടന്നതും ഒരു ചുള്ളം പയ്യൻ കാർ നിർത്തുകയാണ്. പെങ്ങളെ ഇങ്ങോട്ടേക്ക് കയറിക്കോ, ഈ സമയത്ത് വേറെ ടാക്സി ഒന്നും കിട്ടില്ലെന്നേ, ഞാൻ വേണമെങ്കിൽ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് ആക്കിത്തരാം എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട് പരിചയമില്ലാത്ത തൻ്റെ ഒപ്പം വരുന്നതിനെക്കാട്ട് അപകടമാണോ ഒറ്റക്ക് നടന്നു പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവാണ്. എന്നാൽ കുറച്ചങ്ങ് നടന്നത് നേരത്തെ കണ്ട വണ്ടിയിൽ നിന്ന് ഒരാൾ കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. പെണ്ണ് പതിയെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി. എന്നാൽ അത് നേരത്തെ കണ്ട ആളിൻ്റെതല്ല. പെട്ടെന്ന് ആ ചുള്ളൻ ചെക്കൻ പെണ്ണിനെ വലിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. അവക്ക് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാനായില്ല. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീനിൽ ആ വണ്ടി കിടന്ന സെയിം സ്പോട്ടിലേക്ക് ഒരു പോലീസുകാർ വരികയാണ്. അവിടെ തന്നെ നേരത്തെ കണ്ട ആ ചുള്ളം പയ്യൻ നിൽക്കുന്നുണ്ട്. സംഭവം അവൻ തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. ശേഷം ഈ 2 ഡെഡ് ബോഡിയും കാണിച്ചു കൊടുക്കുകയാണ്. അതെ, നേരത്തെ കണ്ട ആ പെണ്ണിൻ്റെയും ഓൾറെഡി മരിച്ച ഒരു ആണിൻ്റെ ഡെഡ് ബോഡിയും ആയിരുന്നു അത്. ഉടനെ തന്നെ കില്ലർ 3 ഫോറിൻ തൊഴിലാളികൾ ആ പെണ്ണെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. അവളെ ചറപറ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഞാൻ എത്തുമ്പോഴേക്കും അവർ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. സോ ആളൊരു ചില്ലറക്കാരനല്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഥയിലെ ഹീറോയിനെ കാണിക്കുകയാണ്. ഒരു കമ്പനിയിലെ കസ്റ്റമർ സർവീസ് സെന്ററിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അവൾക്ക് സംസാരിക്കാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല. അതുകൊണ്ട് അവളെപ്പോലെ തന്നെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യലാണ് ഹീറോയിന്റെ പണി. അങ്ങനെ അന്നത്തെ ജോലി കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മാനേജർ വന്നിട്ട് ക്ലയൻസുമായിട്ട് മീറ്റിംഗ് കണ്ട് നമ്മുടെ എംപ്ലോയീസിന്റെ ഒരാള് വേണമെന്ന് പറയുന്നത്. എന്നാൽ ആരും പോകാൻ റെഡിയില്ല, കാരണം ക്ലയൻസ് എല്ലാം മഹാ ചെറ്റകളാണ്. എന്നാൽ ഹീറോയിൻ സമ്മതിക്കുകയാണ്, കാരണം അവർക്ക് ചെവി കേൾക്കില്ലല്ലോ. എന്നാൽ മീറ്റിംഗിലെ ക്ലയൻസിലും ചെവി കേൾക്കാത്തതിനാൽ ഹീറോയിനെ നല്ല രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ലിപ് റീഡിംഗ് അറിയാം, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഉടനെ ഹീറോയിൻ ഓരോരുത്തരായിട്ട് മാറി മാറി തന്തയ്ക്ക് വിളിക്കുകയാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാവാതെ അവന്മാര് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. പുള്ളി ഒരു പോലീസുകാരനാണ്. മാത്രമല്ല പുള്ളിക്കൊരു പെങ്ങളുണ്ട്. അപ്പനും അമ്മയൊന്നുമില്ല, അനാഥരാണ്. പെങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. എന്നാൽ അവളുടെ ഡ്രസ്സ് കണ്ട് ഹീറോ, എന്തായാലും ഇത് കുറച്ചുകൂടി നീളമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോ, അല്ലെങ്കിൽ പോകണ്ട എന്ന് പറയാണ്. കൊറിയക്കാർക്ക് അങ്ങനെയല്ലല്ലോ, മുകളിലേക്ക് നീട്ടം ഉണ്ടെങ്കിലും താഴേക്ക് മാക്സിമം കുറച്ചായിരിക്കും. ആണുങ്ങളുടെ കാര്യമല്ല കേട്ടോ, പെണ്ണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. സോ ഇവിടെ ചേട്ടൻ കട്ടായി മുടക്കിയതിനാൽ പെങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. എന്നാൽ അവള് നേരത്തേതിലും ചെറിയ പാൻസ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇത് കണ്ട് ഹീറോ, എന്താണ് ഇത് ഡ്രസ്സിന്റെ നീട്ടം പിന്നെയും കുറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് പെങ്ങള്, നിനക്ക് നാണൂല്ലേ എന്നേലും ചെറിയ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട്, എന്നിട്ടാണോ നീ എന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞത് ശരിയാണ്. അതിനാൽ ഇപ്രാവശ്യം ഹീറോ ഡ്രസ്സിന് അപ്രൂവൽ കൊടുക്കുകയാണ്. എന്നിട്ടും തീർന്നില്ല, ഡേറ്റിംഗ് കഴിഞ്ഞ് കൃത്യം 10 മണി എന്ന സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ കയറിക്കോളാം എന്നും പറഞ്ഞ് കുറച്ച് പൈസയും കൈ കൊടുത്തിട്ട് ഡേറ്റിന് പറഞ്ഞുവിടാണ്. ഇങ്ങനെയൊരു സംസ്കാരം എപ്പോഴാണെന്നാവോ ഇവിടെ വരുന്നത്. എന്തായാലും കഥയിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയം അവൾ അമ്മയോട്, അമ്മ റെഡി ആയിരുന്നോ, നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജേജു ഐലൻഡിലേക്ക് പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ അവളുടെ അമ്മയ്ക്കും ജന്മന കേൾക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല. സോ ഹീറോയിൻ കാറും എടുത്തിട്ട് അമ്മയെ പിക്ക് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. കാരണം അമ്മയും ഒരു തയ്യൽ കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പേർക്കും കേൾവി ശക്തിയില്ല. സോ വണ്ടിയിൽ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാണ് അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മയെയും പിക്ക് ചെയ്ത് ഹീറോയിൻ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയുടെ മുമ്പിൽ നിർത്തുകയാണ്. ശേഷം അമ്മയെ അവിടെ ഇറക്കിയിട്ട് ഹീറോയിൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ കില്ലർ വണ്ടി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. സോ അവൻ അടുത്ത ഇരയായിട്ട് ഹീറോയിന്റെ അമ്മയെ സെലക്ട് ചെയ്യുകയാണ്. ശേഷം അവന്റെ ആയുധമൊക്കെ എടുത്തിട്ട് അമ്മയുടെ പുറകെ വെച്ച് പിടിക്കുകയാണ്. അമ്മ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത്
എത്തിയതും കില്ലർ ഓടിച്ചെന്ന് അമ്മയെ തലക്കടിക്കാൻ പോയ സെയിം ടൈമിലാണ് നമ്മുടെ ഹീറോയുടെ പെങ്ങള് ഓപ്പോസിറ്റ് വരുന്നത്. പെങ്ങളെ കണ്ട കില്ലർ അമ്മയെ വിട്ട് പെങ്ങളുടെ പുറകെ പോവുകയാണ്. ഇതേ സമയം ഹീറോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ 10 മണി കഴിഞ്ഞിട്ടും പെങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. 5 മിനിറ്റ് മുന്നേ വീടിന് തൊട്ടടുത്ത് എത്തി എന്ന് പറഞ്ഞവളാണ്. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സോ ഹീറോ നേരിട്ട് തന്നെ പെങ്ങളെ തേടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ കില്ലർ ഓൾറെഡി പെങ്ങളെ പിടിച്ചു കഴിഞ്ഞു. എന്നാൽ അവൻ അവളെ കൊല്ലാൻ സാധിച്ചിട്ടില്ല. കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഹീറോയിന്റെ അമ്മയുള്ളത്. സെയിം സ്പോട്ടിലേക്കാണ് ഹീറോയും പെങ്ങളെ അന്വേഷിച്ചു വരുന്നത്. എന്നാൽ ഇവരാരും കില്ലർ പിടിച്ച പെങ്ങളെ കാണുന്നില്ല. സെയിം സ്പോട്ടിലേക്കാണ് ഹീറോയിൻ അമ്മയെ അന്വേഷിച്ചു വരുന്നത്. എന്നാൽ ഹീറോയുടെ പെങ്ങളെ കാണാണ്. സോ പണി പാളിയെന്ന് മനസ്സിലായി കില്ലർ കത്തിയെടുത്ത് അടുത്തൊരു കൊലയ്ക്ക് റെഡി ആവുകയാണ്. ഹീറോയിൻ നോക്കുമ്പോൾ മറ്റേ പെണ്ണിന് ഓൾറെഡി ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട്. ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഹീറോയിൻ തനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് ആംഗ്യം കാണിക്കുകയാണ്. അപ്പോഴേക്കും കില്ലർ ഹീറോയിന്റെ മേത്തേക്ക് ചാടി വീണു കഴിഞ്ഞു. സോ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് പെങ്ങള് ഈ പെങ്ങളെ എന്ന് വിളിച്ചു മടുത്തു. സോ നമുക്കിനി ഹീറോയുടെ പെങ്ങളെ ഇനി മുതൽ സിസ് എന്ന് വിളിക്കാം. സിസ് കില്ലറുടെ മേത്തേക്ക് ചാടി വീണ് ഹീറോയിനെ രക്ഷിക്കുകയാണ്. ഹീറോയിൻ ഓടി രക്ഷപ്പെടാണ്. എന്നാൽ അവൾ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലാതെ അമ്മയുടെ ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് ഓടുന്നത്. കില്ലർ വിടോ? ഇല്ല. അങ്ങനെ ഹീറോയിൻ ഓടി നേരെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. കില്ലറും സെയിം സ്പോട്ടിലുണ്ട്. ഹീറോയിൻ വേഗം ഒരു ഡോർ തുറന്ന് അപ്പുറത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഡോർ തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് ഹീറോയിൻ കേൾക്കാൻ സാധിക്കില്ലെങ്കിലും കില്ലറിന് കേൾക്കാൻ സാധിക്കും. അവൻ ഓടി ഹീറോയിനെ പിടിക്കാൻ വരുമ്പോഴേക്കും ജസ്റ്റ് മിസ്സിനെ ഹീറോയിൻ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഡോറിൽ ചങ്ങലുള്ളതിനാൽ കില്ലറിന് കയറാനും പറ്റിയില്ല. ഹീറോയിൻ ഓടി കാറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കീ അമർത്തിയാൽ സൗണ്ട് കേൾക്കും. സോ അവള് മാനുവലായിട്ട് തന്നെ താക്കോലിട്ട് സൗണ്ട് ഇല്ലാത്ത രീതിയിൽ അകത്ത് കയറാണ്. എന്നിട്ട് അമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങോട്ടും അനങ്ങല്ലേ, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയാണ്. പെട്ടെന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വന്നതായിട്ട് സൗണ്ട് ഡിറ്റക്ടർ കാണിക്കുകയാണ്. തിരുമ്പോ മോനെ കില്ലറും ഓൾറെഡി കാറിനകത്ത് കയറി കഴിഞ്ഞു. അവനാണെങ്കിൽ വണ്ടി എടുത്തോ, അമ്മ വീട്ടിംഗ് അല്ലേ എന്ന് പറയാണ്. എന്നാൽ ഹീറോയിൻ കുറച്ച് ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. അവള് നേരെ ആക്സിലേറ്റർ ചവിട്ടി വിട്ട ശേഷം പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് നിർത്തുകയാണ്. ആ ഫോഴ്സില് കില്ലർ തെറിച്ചു പോവുകയാണ്. ഈ ഗ്യാപ്പില് ഹീറോയിൻ കാറിൽ നോട്ട് രക്ഷപ്പെട്ടാണ്. നേരെ അവൾ വരുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. പുറകെ കില്ലറും ഉണ്ട്. എന്നാൽ ഹീറോയിൻ നേരെ ചെല്ലുന്നത് എമർജൻസി അലാമിന്റെ അടുത്തേക്കാണ്. കൊറിയയിലെ എല്ലാ മൂലകളിലും സേഫ്റ്റിക്കായിട്ട് എമർജൻസി അലാം ഉണ്ട്. സോ വലിയ സൗണ്ട് ഒക്കെ ആയിട്ട് തൊട്ടടുത്ത ക്യാമറ ഓൺ ആവുകയാണ്. എന്നാൽ ആരെങ്കിലും മൈക്കിൽ കൂടി പോലീസിനോട് സംസാരിക്കണം. എന്നാൽ രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റുമോ? പണി പാലിയെന്ന് മനസ്സിലായ കില്ലർ വേഗം കാറിൽ കയറിയിട്ട് ഡ്രസ്സും മാറി ഒരു ജെന്റിൽമാൻ ലുക്കില് ഹീറോന്റെ അടുത്തേക്ക് വരികയാണ്. കില്ലർ മാസ്കും തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നാല് കില്ലറിന്റെ മുഖം അവള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഡ്രസ്സ് മാറി വന്നപ്പോ ഹീറോയിനെ മനസ്സിലായതുമില്ല. വന്ന ഉടനെ കില്ലർ നിങ്ങൾ എന്റെ അനിയത്തിയെ കണ്ടോ, അവള് ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്കിന്നിന്റെ കളറുള്ള ഒരു ഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ ഹീറോയിൻ അവളെ ആരോ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു എന്ന് എഴുതി കാണിക്കുകയാണ്. അവൾക്കറിയാലോ ഇത് കില്ലർ ആണെന്ന്. ഉടനെ കില്ലർ അവളെ എവിടെയാണെന്നൊന്ന് കാണിച്ചു തരോ പ്ലീസ് എന്ന് കരഞ്ഞു വരികയാണ്. എന്നാൽ ഇത് കണ്ട് അമ്മയ്ക്ക് ഡൗട്ട് ആവുന്നുണ്ടെങ്കിലും ഹീറോയിൻ സിസിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കില്ലറിന്റെ കൂടെ പോവുകയാണ്. മൂലക്കെ കൊണ്ടുപോയിട്ട് തട്ടാനാണ് കില്ലറിന്റെ പ്ലാൻ. എന്നാൽ അപ്പോഴേക്കും അലാം കേട്ടിട്ട് പോലീസുകാർ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് ഹീറോയിൻ പറഞ്ഞത് മാതിരി ഒരു പെണ്ണേയില്ല. സോ കൂടുതൽ എവിഡൻസിനായിട്ട് 3 പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അമ്മയ്ക്ക് വല്ലാത്ത ഡൗട്ട്. ഇത്രയും നേരം വിഷമിച്ചിരുന്ന ആ വനി ഇപ്പോ കൂളാണല്ലോ എന്ന് അമ്മ പറയാണ്. അമ്മയ്ക്ക് ഡൗട്ട് ആവുന്നുണ്ട് എന്ന് മനസ്സിലായി കില്ലർ എന്റെ പെങ്ങൾ വിളിച്ചു, അത് എന്റെ പെങ്ങളല്ല എന്ന് പറഞ്ഞ് ഫോൺ കാണിക്കുകയാണ്. കാരണം ആംഗ്യഭാഷ കാണിച്ചാലല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ശേഷം പോലീസ് ഹീറോയിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുക്കുകയാണ്. എന്നാൽ കില്ലറെ പറ്റി സംസാരിക്കുമ്പോൾ അതെനിക്കറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കില്ലർ ശ്രദ്ധ തിരിക്കാൻ നോക്കുകയാണ്. ഇത് കേട്ട് വെള്ളമടിച്ച് കിറിഞ്ഞിരിക്കുന്ന ഒരു തന്ത പോലീസ് നിന്നോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറയണം, കേട്ടാളാ തെണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കില്ലറുമായിട്ട് അടിയാവുകയാണ്. ഈ ഇടിയില് കില്ലറുടെ ഫോൺ അമ്മയ്ക്ക് കിട്ടുകയാണ്. എന്നാലും നേരത്തെ കണ്ട ബ്ലാക്ക് ഫോൺ അല്ല ഇപ്പോ. മാത്രമല്ല ഫോണില് ഒരു പെണ്ണിന്റെ പടം. അപ്പോഴേക്കും കില്ലർ മൊബൈൽ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. സോ അമ്മയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റു പോലീസുകാര് തന്ത പോലീസിനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. കില്ലർ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ അവന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ അവൻ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഹീറോയിന്റെ അഡ്രസ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഈ സെയിം ടൈമിലാണ് ഹീറോ പെങ്ങളെ അന്വേഷിച്ച് വരുന്നത്. കൂടെയുള്ള പോലീസുകാരും പറയും ഒരു ദിവസം കഴിയാതെ നമുക്ക് കേസ് എടുക്കാനായിട്ട് സാധിക്കില്ല, നീ ഇത് ഇവരോട് ആ ഫോട്ടോ കാണിച്ചേ, കാരണം ഇവരും ഒരു മിസ്സിംഗ് കേസ് ആയിട്ട് വന്നിരിക്കുകയാണെന്ന് പറയാണ്. അതേസമയം ഹീറോയിൻ ഫോട്ടോ കൊണ്ട് ഞെട്ടുകയാണ്. കാരണം ഇവളെ തന്നെയായിരുന്നു ഹീറോയിനും കണ്ടത്. അപ്പോഴേക്കും അമ്മയ്ക്ക് എല്ലാം മനസ്സിലായിരുന്നു. വേഗം കില്ലർ നമ്മുടെ കയ്യിൽ കയറി പിടിച്ചത് കത്തി കാണിച്ച് മുരട്ടാണ്. ശേഷം ഒരു കത്തി എടുത്തിട്ട് ഹീറോയുടെ നേർക്ക് ചെല്ലുകയാണ്. അവൻ ചാടി കത്തിയിൽ കയറി പിടിക്കുകയാണ്. കില്ലറിനെ ഹീറോയോടൊപ്പം
പിടിച്ചിക്കാൻ പറ്റുമോ? ഹീറോയിനെ വാരി അടിച്ച് അവന്റെ തന്നെ കത്തിയെടുത്ത് കഴുത്തിൽ വെക്കുകയാണ്. ഇത് കണ്ട് ഹീറോയിനും അമ്മയും പുറത്തേക്ക് ഓടി പോവാണ്. ഈ സമയത്താണ് പുറത്തേക്ക് പോയ പോലീസുകാർ അകത്തേക്ക് വരുന്നത്. അപ്പോൾ കാണുന്നതോ ഹീറോ ഒരു വിക്ടിമിനെ കൊല്ലാൻ നോക്കുന്നു. ഹീറോ ഇവനാണ് കില്ലറെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ പോലീസ് ഹീറോയിനെ ഷോക്ക് അടുപ്പിച്ച് ഇടുകയാണ്. ശേഷം കില്ലറിനൊരു സിഗരറ്റും കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കുറച്ച് കഴിഞ്ഞ് CCTV നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇത് കണ്ട് ഹീറോ ഞാൻ മലയാളത്തിലല്ലോ പറഞ്ഞേ, സോറി ഞാൻ കൊറിയനല്ലോടോ പറഞ്ഞത്, അവനാണ് കില്ലറെന്ന്. എന്തായാലും പോലീസ് തന്നെ കില്ലറെ തുറന്നു വിട്ടു. ശേഷം പോലീസ് തന്നെ ഹീറോയിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോഴാണ് കടയിൽ നിന്ന് ഓണർ വരുന്നത് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട്. സോ അമ്മയും ഓണറും കൂടിയിട്ട് സാധനങ്ങളുമായിട്ട് കടയിലേക്ക് പോകും. ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഒളിച്ചെന്ന കില്ലറും വീടിനുള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ ഇവരുടെ വീട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് സൗണ്ട് കേട്ടാൽ വേഗം അവിടെയുള്ള ലൈറ്റ് മിന്നാൻ തുടങ്ങും. ഇത് ശ്രദ്ധിച്ച കില്ലർ വേഗം ലൈറ്റ് എല്ലാം സൗണ്ട് ഇല്ലാതെ ഓഫാക്കി വെക്കുകയാണ്. സോ ഹീറോയെ നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും തന്നെയില്ല. വേഗം കില്ലർ കത്തിയെടുത്ത് റെഡി ആവുകയാണ്. എന്നാൽ ലൈറ്റ് മാത്രമായിരുന്നില്ല, തൊട്ടടുത്ത പാവയും ശബ്ദത്തിനനുസരിച്ച് അനങ്ങും. പെട്ടെന്ന് പാവയുടെ സ്പീഡ് കൂടുന്നതായിട്ട് ഹീറോയിൻ ശ്രദ്ധിക്കുകയാണ്. പണി മനസ്സിലായ ഹീറോയിൻ കുനിഞ്ഞു കളഞ്ഞതും കില്ലർ ഒറ്റ വെട്ട്. ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്. ഉടനെ ഹീറോയിൻ റൂമിൽ കയറി വാതിലടക്കുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ ഹീറോയിനെ വിളിച്ചിട്ട് കില്ലർ വീട്ടിലുണ്ടെന്ന് മെസ്സേജ് അയക്കുകയാണ്. കേട്ടപാടെ ഹീറോ ഓടി വരികയാണ് ഹീറോയിന്റെ വീട്ടിലേക്ക്. ശേഷം അമ്മയ്ക്ക് വീട്ടിലേക്ക് വരല്ലേ എന്നും മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ അമ്മ ഓൾറെഡി വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഡോറ് തുറന്നാല് തന്നെ കില്ലർ തട്ടും, ഇല്ലെങ്കിൽ അമ്മ. പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. മോളെ വാതിൽ തുറക്ക്, പേടിക്കല്ലേ. അതെ, അമ്മയെ കില്ലർ പിടിച്ചു കഴിഞ്ഞു. അടുത്ത നിമിഷം തന്നെ കില്ലർ ഡോറ് വെട്ടി പൊളിക്കാൻ തുടങ്ങുകയാണ്. കില്ലർ അകത്തേക്ക് കയറിയതും ഹീറോയിൻ ജനാല വഴി താഴേക്ക് ചാടുകയാണ്. എന്നാൽ അവസാന നിമിഷം കില്ലറിനെ ഹീറോയിന്റെ മുട്ടിയിൽ പിടുത്തം കിട്ടുകയാണ്. വേഗം ഹീറോയിൻ കയ്യിലും മാന്തി കില്ലറിന്റെ പിടുത്തം പിടിച്ച് താഴേക്ക് ചാടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. കില്ലറും തൊട്ട് പുറകെ തന്നെയുണ്ട്. ഇവരിങ്ങനെ ഓടുന്നത് നമ്മുടെ ഹീറോയിൻ കാണുകയാണ്. പിന്നെ 3 പേരും കൂടിയിട്ട് ഒരു 1.5 മിനിറ്റ് ഓട്ടമാണ്. ആ കൊറിയ മൊത്തം അവർ ഓടിത്തീർക്കും. എന്നിട്ടും രക്ഷയില്ല. ഹീറോയിൻ ഓടി ഒരു ഡെഡ് എൻഡിൽ വന്ന് പെട്ടുപോവുകയാണ്. എന്നാൽ തൊട്ടു പുറകെ തന്നെ ഹീറോയും എത്തുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നീ തീർന്നടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈക്കിളും പൊക്കിയെടുത്ത് വരികയാണ്. എന്നാൽ കില്ലർ പറയും, നിനക്ക് നിന്റെ പെങ്ങളല്ലേ വേണ്ടത്, ഞാൻ പറഞ്ഞു തരാം, നീ ഇവളെ മാത്രം വിട്ടേക്ക് എന്ന് പറയുകയാണ്. ഹീറോ ഒരു പോലീസ് ആണെങ്കിലും അവനൊരു മനുഷ്യനല്ലേ. അവൻ പെങ്ങളെ രക്ഷിക്കാനായിട്ട് ഹീറോയിനെ വിട്ട് കില്ലർ എന്ന ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ്. അതേസമയം കില്ലർ ഹീറോയിനെ പിടിച്ചു കഴിഞ്ഞു. ഇതേ സമയം ഹീറോ തന്നെ ചെല്ലുന്നത് ഹീറോയിന്റെ തന്നെ വീട്ടിലേക്കാണ്. കാരണം ആ അഡ്രസ്സാണ് കില്ലർ കൊടുത്തത്. എന്നാൽ അവിടെ പെങ്ങളില്ല. ഉടനെ കില്ലറിനെ വിളിക്കുമ്പോൾ കില്ലർ, നീ എന്തോ മണ്ടനാടാ എന്നെ വിശ്വസിക്കാനായിട്ട്, നീ പാവം പെണ്ണിനെ കൊലക്ക് കൊടുത്തില്ലേ എന്ന് പറയാണ്. എന്നാൽ ഈ ഒരു ഗ്യാപ്പില് ഹീറോയിൻ കുറച്ച് മണ്ണ് വാരി കില്ലറിന്റെ കണ്ണിലേക്ക് ഇട്ട് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കില്ലറിന്റെ കണ്ണ് വെടിച്ച് ഓടുന്ന വഴിക്കാണ് ഒരു വണ്ടിയിൽ നിന്ന് ഡോറും തുറന്ന് കുത്തുകിട്ടിയ ഹീറോയുടെ സിസ് പുറത്തേക്ക് വരുന്നത്. സോ അവള് മരിച്ചിട്ടില്ല. വേഗം ഹീറോയിൻ അവളെയും കൂട്ടി ഒരു ഗ്യാപ്പിലേക്ക് കില്ലർ കാണാതെ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ സിസിനോട് നിന്റെ ചേട്ടനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയാണ്. എന്നാൽ സംസാരിച്ചു കഴിഞ്ഞാൽ കില്ലർ കേൾക്കും. സോ ഹീറോയിൻ വേഗം ചാടി പുറത്തിറങ്ങിയിട്ട് കില്ലറിന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കില്ലറിന് കാര്യം മനസ്സിലാവുകയാണ്. അവനൊരു ഡൗട്ട്. എന്നാൽ ഹീറോയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം എമർജൻസി ബട്ടൺ അമർത്തുകയാണ്. സോ ഇനി കില്ലറിന് അവിടെ നിൽക്കാൻ സാധിക്കില്ല. അവൻ വേഗം തന്നെ ഹീറോയിനെ പിടിക്കാനായിട്ട് അവന്റെ പുറകെ ഓടാണ്. ഈ ഗ്യാപ്പിൽ സിസ് ഹീറോയിനെ വിളിച്ച് കാര്യം പറയാണ്. ഹീറോയിൻ കൂടെ അമ്മയും വന്ന് നോക്കുമ്പോൾ ഓൾറെഡി പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയെ കണ്ട് സിസ് പറയും, ആ പെണ്ണ്, അതായത് നമ്മുടെ ഹീറോയിൻ, എന്നെ രക്ഷിക്കാനായിട്ട് കില്ലറേയും കൊണ്ട് ഓടിപ്പോയി. ഇത് കേട്ട് ഹീറോ വല്ലാണ്ടങ്ങായി പോവുകയാണ്. കാരണം താൻ ഹീറോയിനെ വിട്ടുകൊടുത്തപ്പോ ഹീറോയിൻ തന്റെ പെങ്ങൾക്കായിട്ട് സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു. ഒന്നും നോക്കിയില്ല, ഹീറോയും അമ്മയും കൂടി സിറ്റിയിലേക്ക് പോവുകയാണ്. കാരണം അങ്ങോട്ടേക്കാണ് ഹീറോയിൻ ഓടിയത്. എന്നാൽ ഇവിടെ നിന്ന് എങ്ങനെ ഹീറോയിനെ കണ്ടെത്താനായിട്ടാണ്? അതേസമയം ഹീറോയിൻ സിറ്റിയുടെ നടുക്കിലൂടെ ഹെൽപ്പ് ചോദിച്ച് ഓടുകയാണ്. എന്നാൽ ആരും അവളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇവളുടെ കയ്യിലുള്ള കത്തി കണ്ടിട്ട് എല്ലാവരും ഇവർക്ക് എതിരെ തിരിയാണ്. ഉടനെ കില്ലർ പറയും, ആരും ഒന്നും ചെയ്യല്ലേ, അതെന്റെ പെങ്ങളാണ്, അവള് മാനസിക രോഗിയാണ്. സോ തനിക്ക് ഇവിടെയും രക്ഷയിരുന്നോ മനസ്സിലായ അവള് ഓടുകയാണ്. എന്നാൽ 2 മണ്ടം പട്ടാളക്കാരെ ഹീറോയിനെയും തൂക്കിയെടുത്ത് മുന്നിലിട്ട് കൊടുക്കുകയാണ്. അവസാനം ഒരു ഗതിയുമില്ലാതെ ഹീറോയിൻ കില്ലറോട് കെഞ്ചാണ്, എന്നെ കൊല്ലല്ലേ, എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഒരു കല്യാണം കഴിക്കണം, 2 കുട്ടികൾ വേണം, കുറെ സ്ഥലത്ത് പോകണം. നീ ഇപ്പൊ എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് കേട്ട് കില്ലർ അവളെ ആ വഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പറയാണ്, നോക്ക്, ഇത്രയും ആളുകളുണ്ടായിട്ടും ആരും നിന്നെ കേട്ടില്ലല്ലോ. ഈ വൃത്തികെട്ട ലോകത്ത് എന്തിനാ വെറുതെ
ഇതും പറഞ്ഞ് ഹീറോയിനെ കൊല്ലാൻ പോയതും പെട്ടെന്ന് മോനെ പുറകിന് ഹീറോ അവനവന്റെ മുഴുവൻ ദേഷ്യവും കില്ലറിനെ മേത്ത് തീർക്കുകയാണ്. ശേഷം കഴുത്തിന് പിടി ശ്വാസം മുടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അവസാനം ശ്വാസം മുട്ടി ബോധം പോകുമ്പോഴാണ് ഹീറോ വിടുന്നത്. എന്നിട്ട് തിരിഞ്ഞ് ഹീറോയിന്റെ അടുത്ത് നിന്നിട്ട് പറയും, പേടിക്കണ്ട, എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് കില്ലർ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ടൊരു കസേര എടുത്ത് ഹീറോയുടെ തലക്കെട്ടിനെ ആഞ്ഞടിക്കുകയാണ്. ഹീറോയുടെ പാതി ബോധം പോയി. എന്നിട്ട് കില്ലർ എനിക്കിന്ന് ആരെങ്കിലും ഒരാളെ കൊന്നാ മതി ഇതും പറഞ്ഞ് അവൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവൻ ദേ മോൾ അവിടെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് ഹീറോയിൻ കാണുന്നുണ്ട്. അവൾ വേഗം തന്നെ ഓടി വന്ന് തന്റെ കയ്യിൽ കത്തി കൊണ്ട് കില്ലറെ കുത്താണ്. എന്നാൽ അവൾക്ക് ചെറുതായിട്ട് ഉന്നൊന്നും മാറിപ്പോയി. കില്ലറിന് കൊണ്ടില്ല, അവൾക്ക് തന്നെയാണ് കുത്തുകൊണ്ടത്. ശേഷം അമ്മയോട് ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് താഴേക്ക് വീഴാണ്. ആളുകൾ നോക്കുമ്പോ എന്താ അവനൊരു പെണ്ണിനെ കുത്തിയിരിക്കുന്നു. സോ അതായിരുന്നു ഹീറോയിന്റെ പ്ലാൻ. ഉടനെ പോലീസുകാർ വരികയാണ്. ഇത്രയും നേരം എല്ലാം കില്ലറിന്റെ പ്ലാൻ പോലെ പോയി. അവസാനം എല്ലാം തകിടം മറിഞ്ഞു. അതുകൊണ്ട് തന്നെ കില്ലറിന്റെ കൺട്രോൾ പോവാണ്. ഉടനെ അവൻ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. വേഗം പോലീസുകാർ അവന്റെ കാലിന് വെടിവെക്കുകയാണ്. ഹീറോയിന്റെ വക ഒരു നടുവിലെ നമസ്കാരവും. കലി ഇളകിയ കില്ലർ വീണ്ടും ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും ഒന്നും നോക്കിയില്ല പോലീസുകാർ എല്ലാം ചേർന്ന് ചറപറ വെടിവെക്കുകയാണ്. എന്നാലും അവന്റെ വെറി തീരുന്നില്ല. അവൻ വീണ്ടും വരുമ്പോഴേക്കും ഹീറോ ചാടി വീണ് ഹീറോയിനെ രക്ഷിക്കുകയാണ്. ശേഷം ആ കത്തിയും അവൻ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാം ശുഭമാവുകയാണ്. കില്ലറിന്റെ പണിയും തീർന്നു. എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു. നോക്കുമ്പോൾ ഹീറോയിനും അമ്മയും അവര് പറഞ്ഞതുപോലെ തന്നെ ജെജു ബീച്ചിൽ ഇരിക്കുകയാണ്. എന്നാൽ അവരൊറ്റയ്ക്കല്ല, കൂടെ ഹീറോയും പെങ്ങളും ഉണ്ട്. അങ്ങനെ അവര് ഒരു ഫാമിലി ആയി മാറുകയാണ്. ഇനി വേണമെങ്കിൽ ഹീറോയ്ക്ക് ഹീറോയിനെ കല്യാണം കഴിക്കാം. അതൊക്കെ അവരുടെ ഫാമിലി മാറ്റേഴ്സ് ആണ്. നമ്മളെന്തിനാ വെറുതെ അല്ലേ? സോ ഇനി വേറെ പറച്ചിലും കാര്യങ്ങളൊന്നുമില്ല. സിനിമ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സിനിമയായിട്ട്, ഇതിലും മികച്ച സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ ബൈ.